യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ജേണൽ എൻട്രി ഫോർ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്നുള്ള ഒരു അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ആയിരുന്നു. 6 സിറ്റുവേഷനിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് നടത്തുന്ന സമയത്ത് വരുന്ന എൻട്രീസ് എന്തൊക്കെയാണ്, ഒരു 6 സിറ്റുവേഷൻ വെച്ചിട്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ചുരുക്കിയിട്ട് ആ 6 സിറ്റുവേഷനും ചുരുക്കിയിട്ട് നമ്മൾ ഒരു ഒറ്റ ജേണൽ എൻട്രിയിൽ ഇപ്പോൾ തൽക്കാലം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്ക് നിങ്ങൾ എന്താണത്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, premium on redemption account debtor, loss on redemption account debtor, to bank account, to profit on redemption account. ഓക്കെ. മാക്സിമം പോയാൽ നമുക്ക് പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കുക ഇത്രയും ജേണൽ എൻട്രീസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അതായത് ഇത്രയും എൻട്രീസ് ആയിരിക്കും മാക്സിമം പോയാൽ നമുക്ക് ഒരു പ്രോബ്ലത്തിന് എഴുതാനുണ്ടാവുക. അതായത് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ബേസ് എൻട്രി എന്ന് പറയുന്നത് മാക്സിമം പോയാൽ ഇത്രയാണ്. അപ്പോൾ ഈ ഇത് ചിലപ്പോൾ ഇത് എന്താണ്, ചില പ്രോബ്ലത്തിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്താണ് ടു ബാങ്ക് അക്കൗണ്ട് മാത്രം മതിയായിരിക്കും. ചില പ്രോബ്ലത്തിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട് വരും. ചില പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ലോസ് ആൻഡ് റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആ രീതിയിലായിരിക്കും വരിക. അപ്പം എല്ലാ എൻട്രി മാക്സിമം പോയാൽ നമുക്ക് ഇത്രയും എൻട്രീസ് വരാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒരു പ്രോബ്ലം വായിക്കുന്ന സമയത്ത് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ അങ്ങനെ, അതായത് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന് ജേണൽ എൻട്രിയിൽ എഴുതണമെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്ത് പറയണം, നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്താൻ പോകുന്ന ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലായിരുന്നു ആ ഡിബഞ്ചർ റെഡീം ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ എൻട്രി എഴുതിയാൽ മതി, പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ദെൻ അടുത്ത് നോക്കൂ, ലോസ് ആൻഡ് റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ. ഇത് നമുക്ക് എപ്പോഴാണ് എഴുതേണ്ടി വരിക, നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടക്കുന്ന സമയത്ത് ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുത്തു എന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അപ്പോൾ എഴുതിയാൽ മതി എന്ത്, ലോസ് ആൻഡ് റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ. അല്ലാതെ നിങ്ങൾ 6 സിറ്റുവേഷനും അങ്ങനെ സെപ്പറേറ്റ് കാണാതെ പഠിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആ വായിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് ആ ഡിബഞ്ചർ റെഡീം ചെയ്യേണ്ടിയിരുന്നത് പ്രീമിയത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുന്ന ഒരു എൻട്രി നമുക്ക് അതിനകത്ത് വേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ പറഞ്ഞെന്താണ്, അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് നമ്മൾ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയാണെങ്കിലോ ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എന്നുള്ള എൻട്രി വേണ്ടി വരും. ഓക്കെ. ദെൻ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് ബാങ്ക് എപ്പോഴും നമ്മൾ എന്താണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട് ആവുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. ആ പുറത്തേക്ക് പോകുന്ന എമൗണ്ട് എത്രയാണ് അത് ബാങ്കിന് നേരെ എഴുതുക. ക്ലിയർ. പിന്നെ അടുത്ത് നോക്കൂ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എഴുതും. പ്രോഫിറ്റ്, അതായത് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ഭാഗമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് 2 രീതിയിലാണ്. ഒന്ന് റിഡംഷൻ പ്രീമിയം കൊടുക്കാതിരിക്കുമ്പോൾ, മറ്റൊന്ന് എന്താണ്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് എന്ത് കിട്ടുന്നു, ഡിബഞ്ചർ കിട്ടുന്നുവെങ്കിൽ. അല്ലെങ്കിൽ എന്താണ്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ഭാഗമായിട്ട് നമുക്ക് എന്താണ്, കൊടുക്കേണ്ടിയിരുന്ന പ്രീമിയം കൊടുക്കാതെ നമുക്ക്, അല്ലെങ്കിൽ കൊടുക്കേണ്ടിയിരുന്ന പ്രീമിയത്തിൽ നിന്നും കുറച്ച് എമൗണ്ട് കൊടുത്തു അങ്ങനെ ലാഭം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് എഴുതുക, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് എഴുതുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യനകത്ത് വരുന്നുണ്ടോ എന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ നിങ്ങൾ 6 സിറ്റുവേഷൻ കാണാതെ പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബേസ് എൻട്രി നിങ്ങൾ ഓർത്ത് വെക്കുക. 6 സിറ്റുവേഷൻ ഞാൻ നേരത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അത് ആ രീതിയിൽ ഒരു തറ നോളജിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇനി നിങ്ങൾ അത് മൈൻഡിൽ വെച്ചിട്ട് അത് ആ സിറ്റുവേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിരുത്തി വെക്കുക, എന്താണ്, റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാണ് എന്ന്, റിഡംഷൻ നടത്തേണ്ടിയിരുന്നത് പ്രീമിയത്തിലാണ് എന്ന് പറയുമ്പോൾ പ്രീമിയം റിഡംഷൻ എന്നുള്ള എൻട്രി ക്വസ്റ്റ്യനിൽ വരും, ആൻസറിൽ വരും. ദെൻ റിഡംഷൻ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നു എന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അപ്പോൾ നമ്മൾ ലോസ് ആൻഡ് റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുന്ന ഒരു എൻട്രി ചെയ്തേണ്ടി വരും. പിന്നെന്താണ്, റിഡംഷൻ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് ഫേസ് വാല്യൂവിനാണ് എങ്കിൽ, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് എന്താണ്, ഫേസ് വാല്യൂവിനേക്കാൾ താഴ്ന്ന വിലയ്ക്കാണ് എങ്കിൽ അപ്പോൾ, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് പ്രീമിയം അടക്കമുള്ള എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിനാണ് എങ്കിൽ ആ സാഹചര്യത്തിലൊക്കെ എന്തുണ്ടാവും, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതും മനസ്സിലാക്കി വെക്കുക. അങ്ങനെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സിറ്റുവേഷൻ വൈസ് നമ്മൾ ജേണൽ എൻട്രീസ് കാണാതെ പഠിക്കേണ്ടി വരില്ല. ഓക്കെ. ഇനി നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നോക്കുക.
ഓക്കെ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ. നോക്കൂ, ഫസ്റ്റ് മാർച്ച് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നതോടൊപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഞാൻ വായിക്കുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് April 2018, എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഏപ്രിൽ 2018 എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 5000 ഡിബഞ്ചർ, 100 രൂപ വിലയുള്ള 5000 ഡിബഞ്ചർ എന്ത് ചെയ്തു? ഫേസ് വാല്യൂന് ഇഷ്യൂഡ് അറ്റ് പാർ, ഫേസ് വാല്യൂന് ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് 10% പ്രീമിയം. ആ ഡിബഞ്ചർ ആ കമ്പനി റെഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10% പ്രീമിയത്തിലാണ്. ഓക്കെ, ആ ഡിബഞ്ചർ ആ കമ്പനി റെഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എത്രയാണ്? 10% പ്രീമിയത്തിലാണ്. അപ്പം റിഡംഷൻ അറ്റ് പ്രീമിയം ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു റിഡംഷൻ അറ്റ് പ്രീമിയം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏത് എൻട്രി അതിനകത്ത് ഉണ്ടാവും? അതിനകത്ത് പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെബിറ്റ് എൻട്രി അതിനകത്ത് ഉണ്ടാകും. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കിട്ടി. നോക്കൂ, ഇനി നോക്കൂ, ഔട്ട് ഓഫ് ദിസ് ഡിബഞ്ചർ ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് ₹1 lakh ആർ ടു ബി റെഡീംഡ് അറ്റ് എവരി ഇയർ കമൻസിങ് ഫ്രം March 31st, 2020. അത്രയും ഡിബഞ്ചറിൽ, ഓക്കെ, അത്രയും ഡിബഞ്ചറിൽ എന്താണ് 1,00,000 ഡിബഞ്ചർ എന്ത് ചെയ്യും? നമ്മൾ എല്ലാ വർഷവും മാർച്ച് 31, 2020 മുതൽ അങ്ങോട്ടുള്ള എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യും? 1,00,000 രൂപ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഈ 5000 ഡിബഞ്ചർ ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 5,00,000 ഡിബഞ്ചർ ആണ്. 5,00,000 രൂപ വിലയുള്ള ഡിബഞ്ചർ ആണ്. അതിൽ 1,00,000 രൂപ വിലയുള്ള ഡിബഞ്ചർ March 31, 2020 മുതൽ അങ്ങോട്ടുള്ള ഓരോ വർഷവും നമ്മൾ ഓരോ ലക്ഷം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെഡീം ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ അകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏത് മെത്തേഡാണ്? റിഡംഷൻ ബൈ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, then either by purchase from open market or drawing of lot. ഒന്നുകിൽ എന്താണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഡ്രോയിങ് ഓഫ് ലോട്ട് എന്ന് പറഞ്ഞെങ്കിൽ ലോട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അനുസരിച്ചായിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, then the company created DRR and invested the required amount as per law. അപ്പൊ കമ്പനി ഇവിടെ DRR ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിയമത്തിൽ പറയുന്ന ആ ഒരു എമൗണ്ടിനുള്ള DRR ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? കമ്പനി എന്താ റിക്വയർഡ് എമൗണ്ട് ആസ് പെർ ലോ, നിയമം അനുസരിക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, DRIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിയമത്തിൽ പറഞ്ഞ അത്രയും എമൗണ്ട് കമ്പനി DR ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ആ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ അകത്ത് പറയുന്നത്. ഇനി താഴെ സെക്കൻഡ് പാരഗ്രാഫ് നോക്കൂ. ഓൺ March 31st, 2020, the company purchased debenture of the face value of ₹1 lakh at ₹1,15,000 each for immediate cancellation. അതായത് 1,00,000 അതായത് March 31, 2020 മുതൽ അങ്ങോട്ടുള്ള ഓരോ വർഷം നമ്മൾ 1,00,000 രൂപ വിലയുള്ള ഡിബഞ്ചർ റെഡീം ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അത് നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ March 31, 2020 കമ്പനി 1,00,000 രൂപ വിലയുടെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയിട്ടാണ് റെഡീം ചെയ്യുന്നത്. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് എത്ര രൂപയ്ക്കാണ്? ഒരു ഡിബഞ്ചറിന് 115 രൂപ വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 100 രൂപയാണ്. ആ ഫേസ് വാല്യൂനേക്കാൾ അധിക എമൗണ്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയത്. ക്ലിയർ? ഫേസ് വാല്യൂനേക്കാൾ അധിക എമൗണ്ട് കൊടുത്തിട്ടാണ് ഇവിടെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കമ്പനി ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് ഫേസ് വാല്യൂനേക്കാൾ അധിക എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു എൻട്രി വരും. എന്താണ് എൻട്രി? ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ എൻട്രി വരും. ഓക്കെ, അപ്പോൾ ആ എൻട്രി, ഈ ഒരു എൻട്രി അവിടെ വരും, ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ. എന്തുകൊണ്ടാണ്? ഇവിടെ കമ്പനി ഫേസ് വാല്യൂനേക്കാൾ അധിക എമൗണ്ട് എന്ത് നൽകിയിട്ടുണ്ട്? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് നൽകിയിട്ടുണ്ട്. അതായത് 100 രൂപ വിലയുള്ള ഡിബഞ്ചറിന് 115 രൂപ നൽകിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ആ ഒരു എൻട്രി അതിനകത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെന്താണ്? പിന്നെ ഇതിനകത്ത് പ്രോഫിറ്റും ഉണ്ടാവും നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്? നമ്മൾ റെഡീം ചെയ്യുന്ന സമയത്ത്, അല്ലെ, റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രീമിയം കൊടുക്കേണ്ടിയിരുന്നു. ആ പ്രീമിയം നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ കൊടുക്കേണ്ടാത്ത പ്രീമിയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ടാകുന്നുണ്ട്? അധികം കൊടുക്കുന്ന വാല്യൂ അതുകൊണ്ട് അവിടെ നമുക്ക് ലോസും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ലോസും ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? ഗീവ് ജേർണൽ എൻട്രീസ് ഫോർ ദി റിഡംഷൻ ഡിബഞ്ചർ ഡ്യൂറിങ് ദി ഇയർ. അപ്പോൾ നമ്മുടെ എന്താണ് ഇതിനുള്ള ജേർണൽ എൻട്രീസ് എഴുതാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിനാവശ്യമായിട്ടുള്ള ജേർണൽ എൻട്രീസ് നമ്മോട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
ചോദിക്കുക. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയമോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയ സമയത്ത് ക്വസ്റ്റ്യനകത്ത് നമ്മൾ കണ്ടു എന്താണ് കമ്പനി DRR ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, നിയമം അനുസരിക്കുന്ന തരത്തിലുള്ള DRRും അതുപോലെ തന്നെ നിയമത്തിൽ പറയുന്ന അളവിലുള്ള DRIയും. എന്താണ് DRI എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റും. നിയമത്തിൽ പറയുന്ന തരത്തിലുള്ള ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റും നിയമത്തിൽ പറയുന്ന അനുസരിച്ചുള്ള DRRും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നിവിടെ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ റെഡീം ചെയ്യുന്ന വർഷത്തിന്റെ തൊട്ട് മുമ്പത്തെ വർഷം എന്ന് പറയുമ്പോൾ റെഡീം ചെയ്യുന്ന വർഷം ഏതാണ്, 2020 അപ്പൊ അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ഏതായിരിക്കും, റെഡീം ചെയ്യുന്ന വർഷത്തിന്റെ തൊട്ട് മുമ്പത്തെ വർഷം എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ആ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നിങ്ങൾക്ക് എന്താണ് സെയിം ഫിനാൻഷ്യൽ ഇയറിലെ ഏപ്രിൽ 30 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സെയിം ഫിനാൻഷ്യൽ ഇയറിലെ ഏപ്രിൽ 30 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒന്നുകിൽ അതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വർഷം ഇങ്ങനെ എന്താണ് ആ ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷം 2020 ആണെങ്കിൽ 2019 ഏപ്രിൽ 30 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെയിം ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് മന്ത് ലാസ്റ്റ് ഡേറ്റിനാണ് എന്ത് ചെയ്യേണ്ടത്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡേറ്റ് കോളത്തിൽ ജേണൽ വരയ്ക്കാട്ടോ എല്ലാവരും. ജേണലിന്റെ ഫോർമാറ്റ് അറിയാം, ഡേറ്റ് പർട്ടിക്കുലർ എൽഎഫ് എമൗണ്ട് അല്ല അറിയാലോ, എമൗണ്ട് കോളം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഡേറ്റ് അറിയാം, എന്താണ് 2019 ഏത് മാസം, ഏപ്രിൽ 30. 2019 ഏപ്രിൽ 30 ഫസ്റ്റ് എൻട്രി വരിക. കാരണം റെഡീം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ഏത് ഡേറ്റിന്, തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30 ആ എൻട്രി എഴുതേണ്ടത്. എൻട്രി എന്താണ്, എൻട്രി അറിയാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എത്രയാണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് എത്രയാണ് 15% അല്ലെ. അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ 15%. അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ട് എത്രയാണ്, നമുക്കറിയാം. അടുത്ത വർഷം നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 1 ലക്ഷമാണ് അല്ലെ. അതായത് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നമ്മൾ നടത്തുന്നുണ്ട്. എത്രയാണ്, 1 ലക്ഷം രൂപ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ട് എത്രയാണ്, 1 lakh ആണ്. സോ 1 lakhന്റെ 15% നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തണം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു എത്രയാണ്, ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ്, നരേഷൻ കൊടുക്കുക. എത്രയാണ് മെയ്ഡ്, ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് അറ്റ് 15% ഓഫ് ഡിബഞ്ചർ ടു ബി റെഡീംഡ്. നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ 15% എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് നടത്തി. 15% കേട്ടോ, 15%. നമ്മുടെ നിയമത്തിൽ പറയുന്നതാണത്. 15% ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ 15% റെഡീം ചെയ്യാൻ പോകുന്ന ഡേറ്റിന് 1 വർഷം മുമ്പ്, അതായത് അതിന്റെ ആ വർഷം തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30 നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ക്ലിയർ. ഓക്കെ, അപ്പോ എൻട്രി ഞാൻ ഒന്നുകൂടി പറയാം. 2019 ഏപ്രിൽ 30 എന്നുള്ള ഡേറ്റ് എങ്ങനെ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 മാർച്ച് 31 എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത്. ക്ലിയർ. ആ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഓൺ മാർച്ച് 31 to 20 ദ കമ്പനി പർച്ചേസ് ഡിബഞ്ചർ ഓഫ് ദി ഫേസ് വാല്യൂ ₹1 lakh at ₹115 രൂപയ്ക്ക് അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത വർഷം മാർച്ച് 31 റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചർ, അപ്പൊ നമ്മൾ റൂൾ അനുസരിച്ച് എന്താണ്, അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഏപ്രിൽ 30 എന്ത് ചെയ്യണം, അതിനെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് അതിന്റെ ഫേസ് വാല്യൂവിന്റെ 15% ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ നിയമം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് എൻട്രി എഴുതുകയാണ്. ഓക്കെ, എത്രയാണ്, ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് അറ്റ് 15% ഡിബഞ്ചർ ടു ബി റെഡീംഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ലക്ഷത്തിന്റെ 15%. 1 ലക്ഷത്തിന് 15% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും എമൗണ്ട് വരിക, 15,000 അല്ലെ, 15,000. ക്ലിയർ. ടു ബാങ്ക് അക്കൗണ്ട് എത്രയായിരിക്കും വരിക, സെയിം, അതിന് നേരം 15,000. അപ്പോൾ ഫസ്റ്റ് എൻട്രി അതാണ്. ഇനി അടുത്ത എൻട്രി എന്താണ് വരിക, പറയൂ. നെക്സ്റ്റ് എൻട്രി, അടുത്ത എൻട്രി എന്ന് പറയുന്നത്
റെഡീം ചെയ്യുന്ന വർഷമാണ് ഇനി എൻട്രി വരിക. റെഡീം ചെയ്യുന്ന വർഷം എന്ന് പറഞ്ഞാൽ 2020 2020 മാർച്ച് 31 നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് അല്ലെ. അപ്പൊ 2020 മാർച്ച് 31 നമ്മൾ എന്ത് ചെയ്യണം? അതായത് റെഡീം ചെയ്യുന്ന വർഷം 2020 മാർച്ച് 31 ആ വർഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് 10% ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, നോക്കി. ദ കമ്പനി ക്രിയേറ്റഡ് DRR ആൻഡ് ഇൻവെസ്റ്റഡ് റിക്വയർഡ് എമൗണ്ട് ആസ് പെർ ലോ അല്ലെ. കമ്പനി DRR ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഏത് പ്രകാരം? ആസ് പെർ ദി ലോ, നിയമം അനുസരിക്കുന്നതനുസരിച്ച്. അപ്പൊ നിയമത്തിൽ പറയുന്നത് എന്താണ്? മിനിമം 10% ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് ഏതിലൂടെ ആയിരിക്കണം? ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഔട്ട് ഓഫ് പ്രോഫിറ്റ് 10% എന്ന് പറഞ്ഞാൽ 10% നമ്മൾ എന്ത് ചെയ്യണം? മിനിമം DRR ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സുകളുടെ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എളുപ്പം ക്യാച്ച് ആവുള്ളൂ. നിങ്ങൾ കാണാതിരിക്കുകയും പഠിക്കാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ക്യാച്ച് ആവില്ല. ആദ്യമേ പറഞ്ഞേക്കാം, കണ്ടിന്യൂഷൻ ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്താണ്? നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്നതിന്റെ 10% നിർബന്ധമായിട്ടും നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. റെഡീം ചെയ്യാൻ പോകുന്നത് എത്രയാണ്? റെഡീം ചെയ്യാൻ പോകുന്നത് മൊത്തത്തിൽ 5 ലക്ഷം ഡിബഞ്ചറാണ്. 5 ലക്ഷം രൂപ വിലയുള്ള ഡിബഞ്ചറാണ് നമ്മൾ മൊത്തത്തിൽ റെഡീം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ 10%, 5 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5 ലക്ഷത്തിന് 50,000 രൂപ അല്ലെ. ആ 50,000 രൂപയായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് മാറ്റേണ്ടത്. അപ്പൊ എന്താ എൻട്രി വരിക? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു. അപ്പൊ എൻട്രി ചെയ്യുക സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, എത്രയാണ് അതിന്റെ നരേഷൻ? എന്താണ് വരിക? നരേഷൻ പറഞ്ഞേ, എത്രയാണ് നമ്മൾ മാറ്റേണ്ടത്? നമ്മുടെ നിയമത്തിൽ പറയുന്നത് എത്രയാണ്? 10% അല്ലെ. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഓർ സർപ്ലസ് ഈക്വൽ ടു ദി എത്ര ശതമാനം? ഈക്വൽ ടു ദി 10% അല്ലെ. ഈക്വൽ ടു ദി 10% ഓഫ് face value, 10% of the face value of the redeemable debenture. redeemable debenture ന്റെ കേട്ടോ, face value of the redeemable debenture. അപ്പൊ അത് നമുക്ക് എങ്ങനെ കിട്ടി എന്ന് മനസ്സിലാക്കുക. 50,000 നമ്മുടെ മൊത്തം ഡിബഞ്ചർ അല്ലെ. നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന അടുത്ത വർഷം റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചർ അല്ല, നമ്മൾക്ക് മൊത്തം റെഡീം ചെയ്യാൻ ഡിബഞ്ചർ 5000 ഡിബഞ്ചർ ആണ്. അതിൽ ഒരു ഡിബഞ്ചറിന്റെ വില എത്രയാണ്? 100 ആണ്. അപ്പൊ മൊത്തം ഡിബഞ്ചറിന്റെ വില എത്രയാണ്? 5 ലക്ഷമാണ്. ആ 5 ലക്ഷത്തിന്റെ എത്ര ശതമാനം? 10% നമ്മൾ എങ്ങോട്ട് മാറ്റേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ DRI ക്രിയേറ്റ് ചെയ്തതുപോലെ 1 ലക്ഷത്തിന്റെ 10% അല്ല. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ മൊത്തം റെഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചർ എന്ന് പറയുന്നത് 5000 × 100, 5 ലക്ഷം രൂപ വിലയുള്ള ഡിബഞ്ചർ ആണ്. ആ ഡിബഞ്ചറിന്റെ 10% നമ്മുടെ നിയമം അനുസരിച്ച് നമ്മൾ എങ്ങോട്ട് മാറ്റേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും എങ്ങോട്ട് മാറ്റേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ നരേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എത്ര വരും? 5 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ എമൗണ്ട് എത്ര വരും? 5 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ 50,000 രൂപ വരും അല്ലെ. 50,000. ഓക്കെ, 50,000. ഓക്കെ, അപ്പം ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നതിന് മുമ്പ് പാലിക്കേണ്ട ക്രൈറ്റീരിയ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ഇവിടെ എഴുതേണ്ടി വന്നു. ഒന്ന് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, മറ്റൊന്ന് എന്താണ്? DRR ക്രിയേറ്റ് ചെയ്യുന്നത്. അത് 2 എഴുതി. ഇനി നമ്മൾ പഠിച്ചു എന്താണ്? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം പോയാൽ വരാൻ സാധ്യതയുള്ള എൻട്രി എന്താണ്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഇതായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പറഞ്ഞ എൻട്രീസ് എല്ലാം വരുമോ? വരാൻ സാധ്യതയുണ്ട്. കാരണം ഡിബഞ്ചർ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്തായാലും വരും. പിന്നെന്താണ്? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ഡിബഞ്ചർ റെഡീം ചെയ്യേണ്ടിയിരുന്നത് പ്രീമിയത്തിലാണ് എന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. 10% പ്രീമിയത്തിലാണ് അത് റെഡീം ചെയ്യേണ്ടിയിരുന്നത്.
അപ്പൊ റെഡീം ചെയ്യേണ്ടിയിരുന്നത് പ്രീമിയത്തിലായതുകൊണ്ട് ഈ എൻട്രിയും വേണം, പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എന്നുള്ള എൻട്രിയും വേണം. അത് നമുക്ക് മനസ്സിലായി. പിന്നെന്താണ്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് കൊടുക്കുന്ന എമൗണ്ട് ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു എൻട്രി എഴുതേണ്ടി വരും. ഏതാണ് എൻട്രി? ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ. അപ്പൊ ആ എൻട്രി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ 3 എൻട്രി ഇവിടെ വരുന്നുണ്ട്. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ. 2 ബാങ്കിൽ എത്രയാണ് ഇവിടെ കൊടുക്കുന്നത്? ഇവർ കൊടുക്കുന്ന എമൗണ്ട് ഒരു ഡിബഞ്ചറിന് 115 വെച്ചിട്ടാണ്. അപ്പൊ അത് നേരെ ബാങ്കിന് നേരെ എഴുതേണ്ടി വരും. ദെൻ 2 പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. അപ്പൊ ഈ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്ററിന് നേരെ നമ്മൾ എന്ത് ചെയ്തേണ്ടി വരും? പ്രീമിയം എമൗണ്ട്, അതായത് നമ്മൾ പ്രീമിയം ഇവിടെ കൊടുക്കേണ്ടി വരുന്നില്ലല്ലോ. അപ്പൊ ആ പ്രീമിയം എമൗണ്ട്, റിഡംഷൻ പ്രീമിയം എമൗണ്ട് നമ്മൾ ഇതിന് നേരെ എഴുതേണ്ടിയും വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം, എൻട്രി ചെയ്ത് നോക്കാം. ക്ലിയർ? അപ്പൊ എൻട്രി ഏത് ഡേറ്റിൽ തന്നെയാ വരിക? 2020 മാർച്ച് 31. കാരണം ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് 2020 മാർച്ച് 31 കമ്പനി പർച്ചേസ് ഡിബഞ്ചർ ഓഫ് ദി ഫേസ് വാല്യൂ റുപ്പീസ് 1 lakh അറ്റ് റുപ്പീസ് 115 ഈച്ച് ഫോർ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ. ഏതാണ്? മാർച്ച് 31. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ എൻട്രി ചെയ്തേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള മൊത്തം ജേർണൽ എൻട്രീസ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇതിനകത്ത് റെഡീം ചെയ്യാൻ പോകുന്നത് പ്രീമിയത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. റെഡീം ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് അധിക എമൗണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കാരണത്താൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മാക്സിമം ജേർണൽ എൻട്രീസ് ഇതിനകത്ത് വരും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ എൻട്രി എഴുതാം. എന്താ എൻട്രി ചെയ്തേണ്ടത്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ. എല്ലാരും ഒരുമിച്ച് പറഞ്ഞു എഴുതുക കേട്ടോ. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, ടു അല്ലെ, ടു ബാങ്ക് അക്കൗണ്ട്, ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ പിന്നെന്തുണ്ടാവും? ബാങ്ക് മാത്രമാണ് ഉണ്ടാവുക? അല്ല, ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഉണ്ടാവും. കാരണം എന്താണ്? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ നമ്മൾ പ്രീമിയം കൊടുക്കുന്നില്ല, അതുകൊണ്ട് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ റിഡംഷൻ പ്രീമിയത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥത്തിൽ. ഓക്കെ, അപ്പൊ മാക്സിമം പോയാൽ ഇത്ര എൻട്രിയാണ് വരിക. ഡെറ്റർ, then loss and redemption account debtor, to bank account, to profit on redemption or debenture account. ഇങ്ങനെയാണ് മാക്സിമം പോയാൽ നമുക്ക് എൻട്രി വരുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. എൻട്രി എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ എന്തുണ്ട്? ഇവിടെ ഡിബഞ്ചർ, നമ്മൾ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ ഈ ഡിബഞ്ചർ റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ചത് എങ്ങനെയായിരുന്നു? അറ്റ് പ്രീമിയത്തിലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ച അറ്റ് പ്രീമിയത്തിലാകുമ്പോൾ എന്ത് വരുമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ച അറ്റ് പ്രീമിയത്തിലാകുമ്പോൾ അവിടെ പ്രീമിയം റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു എൻട്രി വരും. ദെൻ റെഡീം ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരും? ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ എൻട്രി വരും. ഓക്കെ, ലോസ് ഓൺ റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ എൻട്രി വരും. ദെൻ പിന്നെന്താണ്? ടു ബാങ്ക് അക്കൗണ്ട്. അതെന്താണ്? നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് കൊണ്ട് ടു ബാങ്ക് വരും. ദെൻ പിന്നെന്താണ്? ഈ പ്രീമിയം, റിഡംഷൻ പ്രീമിയം ഉള്ളത് കൊണ്ട് പ്രോഫിറ്റ് റിഡംഷനും വരും. അപ്പൊ ഇങ്ങനെയാണ് ഈ എൻട്രി വരുന്നത്. ഞാൻ ഇവിടെ അതിന് എല്ലാം ചുരുക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു മൊത്തത്തിലുള്ള എൻട്രി ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ എൻട്രി നിങ്ങൾക്ക് ഒന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അതിന്റെ സിറ്റുവേഷൻ, അതിന് എമൗണ്ട് വരുന്ന സിറ്റുവേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടെ. ക്ലിയർ? അപ്പോൾ ഇനി ഇതിന് നേരെ നമുക്ക് ഓരോ എമൗണ്ടുകൾ എഴുതാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എഴുതേണ്ടത്? ഡിബഞ്ചർ അക്കൗണ്ട് നേരെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്? ഫേസ് വാല്യൂ അല്ലെ? ഫേസ് വാല്യൂ ആണ് ഡിബഞ്ചർ അക്കൗണ്ട് നേരെ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ റെഡീം ചെയ്യുന്ന വാല്യൂയുടെ ഫേസ് വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കൂ. ഓൺ 31st March 2020 ദ കമ്പനി പർച്ചേസ് ഡിബഞ്ചർ ഓഫ് ദി ഫേസ് വാല്യൂ റുപ്പീസ് 1 lakh. അപ്പോൾ ഫേസ് വാല്യൂ എത്രയാണ്? 1 ലക്ഷമാണ്. അപ്പൊ അതിന് നേരെ എഴുതേണ്ട വാല്യൂ എത്രയാണ്? 1 lakh ആണ്. ഓക്കെ, 1 lakh. ഇനി അടുത്ത് പ്രീമിയം റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട്. പ്രീമിയം റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട് എത്രയാണ്? എത്രയാണ് എഴുതേണ്ടി വരിക? പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ക്വസ്റ്റ്യൻ നോക്കി പോയാൽ നമുക്ക് മനസ്സിലാവും. എത്രയാണ്? ദീസ് ഡിബഞ്ചർ ആർ റെഡീമബിൾ അറ്റ് 10% പ്രീമിയം. ആ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ് എന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഡിബഞ്ചറിന്റെ വാല്യൂ 1 lakh ആണ്. അപ്പൊ അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10,000 ആയിരിക്കും അല്ലെ? 10,000 പ്രീമിയം റിഡംഷൻ നേരെ എഴുതേണ്ട വാല്യൂ. ഇനി ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ ലോസ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ട്. എന്താണ് ആ ലോസ്? നമ്മൾ
100 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയത് 115 രൂപയാണ്. അപ്പൊ നമുക്ക് അധികം കൊടുക്കേണ്ടി വരുന്നു. എത്ര രൂപ? 15 രൂപ നമുക്ക് അധികം കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ലോസ് എത്രയാണ്? അതായത് 1 ലക്ഷം വിലയുള്ള ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ എണ്ണം എത്രയാണെന്ന് മനസ്സിലാക്കണം. 1 ലക്ഷം രൂപ വിലയുള്ള ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ അത് 1000 ഡിബഞ്ചർ ആണ് അവിടുത്തെ എണ്ണം, അല്ലെ? അപ്പൊ 1000 × 15 എത്രയായിരിക്കും? 15,000 ആയിരിക്കും നമ്മുടെ ലോസ്. ഓക്കെ, 1000 × 15 എങ്ങനെ കിട്ടി? 1 ലക്ഷം രൂപ വിലയുള്ള ഡിബഞ്ചർ ആണ് നമ്മൾ റെഡീം ചെയ്യുന്നത്, ആണല്ലോ. 1 ലക്ഷം രൂപ വിലയുള്ള ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ എത്ര എണ്ണമായിരിക്കും? അത് 1000 എണ്ണമായിരിക്കും. കാരണം എന്താണ്? ഒരു ഡിബഞ്ചറിന്റെ വില 100 ആണ്. അപ്പൊ 1 ലക്ഷം ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ 1000 കിട്ടും. ഒക്കെ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും, മനക്കണക്കായിട്ട് ചെയ്താൽ മതി. അപ്പൊ 1000 കിട്ടും. ആ 1000 × 15 15,000 ആണ് എന്നിവിടെ വരുന്നത് ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ വരുന്നത്. ഓക്കെ, ആ 3 എമൗണ്ടും കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ടു ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എത്ര എഴുതേണ്ടത്? ബാങ്ക് അക്കൗണ്ടിൽ എഴുതേണ്ടത് 1000 × 115 ആണ്. എന്തുകൊണ്ട് 115 എഴുതി? ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് അല്ലെ, അറ്റ് 115 ഈച്ച് ഫോർ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ, അല്ലെ? 115 ആണ് ഓരോന്ന് നൽകുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോ 1000 × 115 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും എമൗണ്ട് വരിക? 1000 × 115 എന്ന് പറയുമ്പോൾ 1,15,000 വരും. 1,15,000. ഓക്കെ, ഇനി ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ, ഇത് നേരെ എത്ര എഴുതേണ്ടത്? അത് നമുക്ക് എന്താണ്, ഇനി ആ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ. ആ എൻട്രി നമുക്ക് ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി? ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആവാൻ വേണ്ടിയിട്ട് ഇനി എത്ര എമൗണ്ട് വേണം നോക്കിയാൽ മതി, എന്നാൽ നമുക്ക് തെറ്റില്ല. ഓക്കെ, അപ്പൊ ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആവണമെങ്കിൽ ഇനി എത്ര അവിടെ എഴുതണം? അവിടെ എഴുതേണ്ടത് 10,000 ആണ്. ഓക്കെ, 10,000. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഇവിടെ റിഡംഷൻ പ്രീമിയം, അല്ലെ? ദ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, അതിന് നേരെ എഴുതേണ്ടി വരിക മാക്സിമം ഒന്നുകിൽ റിഡംഷൻ പ്രീമിയം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ്. ഇതായിരിക്കും ഇതിനെ നേരെ എഴുതേണ്ടി വരിക. ഓക്കെ, അപ്പൊ ഇവിടെ റിഡംഷൻ പ്രീമിയം ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് എഴുതാൻ പറ്റില്ല. പിന്നെ ആകെയുള്ള എന്താണ്? റിഡംഷൻ പ്രീമിയം ആണ്. അത് നമുക്ക് ഇവിടെ എഴുതാം 1 lakh. ഇപ്പൊ നോക്കി, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ടുണ്ടാവും, അല്ലെ? ഡെബിറ്റിൽ എത്രയായി? 1,20,000. ക്രെഡിറ്റിൽ എത്രയായി? 1,25,000. ക്ലിയർ ആണല്ലോ സംഭവം? അപ്പൊ എൻട്രി ഒന്നും കൂടി പറയാം, വായിക്കാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഇതാണ് അവിടെ എന്ത് വരുന്നത്? എൻട്രി വരുന്നത്. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന എൻട്രി ഇതാണ്. ഒന്നും കൂടി നിങ്ങൾ എൻട്രീസ് കാണാതെ പഠിക്കണം. അതിന്റെ നരേഷൻ എന്താ കൊടുക്കേണ്ടത്? പർച്ചേസ് ഓഫ് ഡിബഞ്ചർ അറ്റ് 115 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡിബഞ്ചർ വാങ്ങി, അല്ലെ? ആൻഡ് ലോസ് ഓൺ റിഡംഷൻ ഉണ്ട്. നമുക്ക് എത്ര ഇവിടെ ലോസ് ഉള്ളത്? ലോസ് നമുക്ക് 15,000 ആണ്. 15,000 രൂപയുടെ ലോസ് ഉണ്ട്. വൈൽ ദ സേവിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് പ്രീമിയം ഓൺ റിഡംഷൻ എത്രയാണ്? 10,000. അതിന് നമുക്ക് 10,000 പ്രീമിയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സേവിംഗ് ഉണ്ട്. കാരണം നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന പ്രീമിയം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു 10,000ന്റെ സേവിംഗും ഇവിടെ ഉണ്ട്. ആ സേവിംഗ് ആണ് നമ്മളിവിടെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞ് 10,000 എഴുതിയത്. ഓക്കെ, അപ്പം എൻട്രിയും നരേഷനും ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് എഴുതേണ്ടത് എന്താണ്? അടുത്തായിട്ട് എഴുതേണ്ടത് പ്രോഫിറ്റ് ഓൺ റിഡംഷനെയും ലോസ് ഓൺ റിഡംഷനെയും, നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തു വെച്ചിട്ടുള്ള ഈ ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്ററിനെയും അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. അതിന് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ സെയിം ഡേറ്റ് തന്നെയാണ് 2020 മാർച്ച് 31. ഇപ്പൊ 2020 മാർച്ച് 31 നമ്മൾ നമ്മുടെ അടുത്ത എൻട്രി എഴുതുകയാണ്. ഈ പ്രോഫിറ്റ് ഓൺ റിഡംഷനെയും അതുപോലെ ലോസ് ഓൺ റിഡംഷനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യാണ്. ക്ലിയർ? അപ്പൊ നമ്മൾ ഈ പ്രോഫിറ്റ് ഓൺ റിഡംഷനെ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എവിടെയാണ് കിടക്കുന്നത്? ഇപ്പൊ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ നമ്മുടെ നിലവിലുള്ള ജേണൽ എൻട്രി പ്രകാരം ക്രെഡിറ്റിലാണ്. അപ്പൊ അതിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എവിടെ കൊണ്ട് എഴുതണം? പറയൂ. അതിനെ ഡെബിറ്റ് കൊണ്ട് എഴുതണം. അപ്പോൾ അത് ക്ലോസ് ആവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ ഡെബിറ്റിൽ എഴുതുന്നു. ഓക്കെ, അതിന് ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ക്ലോസ് ആയി. കാരണം എന്താണ്? ഒരു ഡെബിറ്റിന് ഒരു ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ക്ലോസ് ആവും. ഒരു ക്രെഡിറ്റിന് ഒരു ഡെബിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഈക്വൽ ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ക്ലോസ് ആവും. അപ്പൊ നേരത്തെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് തൊട്ട് മുമ്പത്തെ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റിലായിരുന്നു. അപ്പൊ അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത എൻട്രിയിൽ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് എമൗണ്ട്? 10,000. തൊട്ട് മുമ്പത്തെ ജേണൽ എൻട്രിയിലുള്ള എമൗണ്ട് തന്നെ ഇവിടെ എടുത്ത് എഴുതിയാൽ മതി, 10,000. ഓക്കെ, ദെൻ ഇനി അടുത്ത എൻട്രി നമ്മൾ എഴുതണം. അടുത്ത എൻട്രി എന്താണ്? അടുത്ത നമുക്ക് ക്ലോസ് ചെയ്യാം. ഒരു ലൈൻ ഞാൻ അവിടെ വിട്ടിട്ടുണ്ട്. കാരണം എന്താണ്? ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് എഴുതണം. ക്ലിയർ? അപ്പൊ അടുത്ത നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ഏതാണ്?
ഈ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിനെയാണ്. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ജേണൽ എൻട്രിയിൽ ഈ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് എവിടെയാണ്? തൊട്ട് മുമ്പത്തെ ജേണൽ എൻട്രിയിൽ ആ ഐറ്റം കിടക്കുന്നത് എവിടെയാണ്? ഡെബിറ്റിലാണ്. അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എവിടെ കൊണ്ട് എഴുതേണ്ടി വരും? അതിനെ ക്രെഡിറ്റിൽ എഴുതേണ്ടി വരും. അപ്പൊ 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതുന്നു? ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എഴുതുന്നു. ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. എത്രയായിരിക്കും ആ ലോസ്? ലോസ് നമുക്ക് തൊട്ട് മുമ്പത്തെ ലോസ് അറിയാം, എത്രയാണ്? 15,000 ആണ്. ഓക്കെ, ഇപ്പൊ നോക്കി, ഇപ്പൊ ഇങ്ങനെ എഴുതിയ സമയത്ത് ഡെബിറ്റിൽ 10,000 വന്നു, ക്രെഡിറ്റിൽ 15,000 വന്നു. അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ഡിഫറൻസിനെ നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? ആ ഡിഫറൻസിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ആ കുറവ് എവിടെ ഉണ്ടായത്? കുറവ് ഡെബിറ്റിലാണ് ഉണ്ടായത് അല്ലെ? ഡെബിറ്റിൽ ഒരു 5,000 രൂപയുടെ കുറവുണ്ടായി. അതുകൊണ്ട് ഡെബിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് എന്ന് എഴുതണം. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ് ഡെബിറ്റിൽ എഴുതുക. എത്ര എഴുതണ്ടേ? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റിൽ എഴുതുക. എത്രയാണോ ഡിഫറൻസ് ഉള്ളത് വെച്ചാൽ അത്. ഇനി മേ ബി ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ എങ്ങനെ ഉണ്ടാവണം? നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ക്രെഡിറ്റ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, സോറി, ഡെബിറ്റ് ആയിരിക്കും കൂടുതൽ. ഡെബിറ്റ് ആണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റിലായിരിക്കും ക്യാപിറ്റൽ റിസർവ് എഴുതേണ്ടത്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കൂടുതൽ ക്രെഡിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റിൽ എഴുതി. ചില പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞ എന്താണ്? ഡെബിറ്റിലായിരിക്കും കൂടുതൽ. അതായത് പ്രോഫിറ്റ് ആൻഡ് റിഡംഷൻ ആയിരിക്കും 15,000. ഓക്കെ, ലോസ് ആൻഡ് റിഡംഷൻ 10 ആയിരിക്കും. അങ്ങനെ സമയത്ത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടി വരിക. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നിങ്ങൾ അതാ പറഞ്ഞ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പഠിക്കാനൊന്നും വലിയ സംഭവമല്ല, വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ എൻട്രി എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ലോസ് ഓൺ റിഡംഷനെയും പ്രോഫിറ്റ് ഓൺ റിഡംഷനെയും ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള ജേണൽ എൻട്രി ആണ് അത്. അപ്പൊ അത് നമ്മൾ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി ഇതിന്റെ നരേഷൻ കൊടുക്കണം. നരേഷൻ, അപ്പൊ ഇത് നേരെ എമൗണ്ട് എഴുതണ്ടേ? ക്യാപിറ്റൽ റിസർവ് നേരെ എത്ര എമൗണ്ട്? 5,000. ഓക്കെ, അത് നേരെ 5,000 എഴുതുക. ക്ലിയർ. ഇനി അതിന്റെ നരേഷൻ എന്താണ്? നരേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ലോസിനെ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ എന്ത് വേണം? ലോസ് ഓൺ റിഡംഷനെ നമ്മൾ പ്രോഫിറ്റിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു, ബാക്കിയുള്ളതിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി. അതാണ് നമ്മൾ നരേഷൻ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ കൊടുക്കുക? ലോസ് ഓൺ റിഡംഷൻ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എന്തിനാ സെറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത്? സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അല്ലെ? ആൻഡ് ബാലൻസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. അങ്ങനെ എഴുതിയാൽ മതി നരേഷൻ ആയിട്ട്. അപ്പൊ നരേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്താണ് നരേഷൻ? ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോസിനെ നമ്മൾ ഇവിടെ ലോസ് ഓൺ റിഡംഷനെ നമ്മൾ പ്രോഫിറ്റ് ഓൺ റിഡംഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു, സെറ്റ് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു. അപ്പൊ നരേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക. ലോസ് ഓൺ റിഡംഷൻ ഓർ